ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഹണി ഗാർലിക് കോളിഫ്ലവർ ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം അതിന് വേണ്ടിയിട്ട് നമുക്ക് കോളിഫ്ലവർ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറിൽ എന്തെങ്കിലും പുഴുക്കളോ അല്ലെങ്കിൽ പോയ്സണൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലിടുന്നത്. ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി, ഓവറായിട്ട് കുക്കാവണ്ട. ഇനി നമുക്കിത് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നന്നായി തണുക്കണം. തണുത്തതിന് ശേഷം ഒരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം നമ്മളതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളെടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം നന്നായിട്ടൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ അധികം തിക്കാവാനും പാടില്ല, അധികം ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഈ ബാറ്ററിലേക്ക് ഇട്ടതിന് ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊട്ടിപ്പോവാതെ മെല്ലെ വേണം മിക്സ് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കോളിഫ്ലവറിൻ്റെ 2 സൈഡും ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹണി ഗാർലിക് കോളിഫ്ലവർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറിൻ്റെ അതേ ഓയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായിട്ട്, അതായത് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കാരണം അത്രയും വെളുത്തുള്ളി വേണം. ഇത് ഗാർലിക്കിൻ്റെ ഫ്ലേവറും ഹണിയുടെ ഫ്ലേവറുമാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ആ ഗാർലിക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ പച്ചച്ചവ മാറി കിട്ടിയാൽ മതി. അതിനുശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നാൽ മതി. ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിമിൽ ഓയിലേക്ക് ആക്കിയതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൊടിയുടെ പച്ചച്ചവ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സോസുകളാണ്. 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടീസ്പൂണോളം കോൺഫ്ലോർ വെള്ളത്തിൽ നന്നായി കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ലോയിലേക്ക് ആക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലോർ പെട്ടെന്ന് കട്ടിയാവും. ഈ കോൺഫ്ലോറിൻ്റെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സ്പ്രിംഗ് ഒനിയനും അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഹണിയാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ഹണി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഇവിടെ ഹണി ഗാർലിക് കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇത് മെയിനായിട്ട് സ്റ്റാർട്ടറായിട്ട് നമുക്ക് കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ കുറച്ച് ഡ്രൈ ആണ്, എന്നാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്